നമസ്കാരം. വീക്ക്ലി മ്യൂസിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് ഫെബിൻ. ഈ അടുത്ത് ഞാൻ നറേറ്റ് ചെയ്ത മരുഭൂമിയിൽ പൂക്കൾ വിരിയുമ്പോൾ എന്ന കഥയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ആദ്യം തന്നെ നന്ദി പറയട്ടെ. കഥയും അവതരണവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ വായിച്ചിട്ടുള്ള എനിക്ക് നല്ലത് എന്ന് തോന്നിയ ചില പുസ്തകങ്ങൾ വീക്ക്ലി മ്യൂസിങ്സിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താം എന്ന് കരുതുന്നു. അടുപ്പിച്ചല്ലെങ്കിലും ഓരോ എപ്പിസോഡിലും ഓരോ പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്താം എന്നാണ് വിചാരിക്കുന്നത്. ഇതിനെ ഒരിക്കലും ഒരു പുസ്തക റിവ്യൂ ആയിട്ട് കാണണ്ട. ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവം അല്ലെങ്കിൽ എനിക്കെന്താണോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് അത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിനങ്ങനെ ഒരു കൃത്യമായ ഒരു ഓർഡറോ റാങ്കോ ഒന്നുമില്ല. ചില പുസ്തകങ്ങളൊക്കെ വളരെ അധികം അറിയപ്പെടുന്ന, ചിലപ്പോൾ നമ്മൾ ലെജൻഡ്സ് എന്നൊക്കെ കരുതുന്ന എഴുത്തുകാരുടേതാവാം. ചിലതൊക്കെ അത്ര ഒന്നും ഫേമസ് അല്ലാത്ത എഴുത്തുകാരുടേതാവാം. പുതിയതാവാം, പഴയതാവാം, കഥകളാവാം, നോവലുകളാവാം, ചിലപ്പോൾ യാത്രാ വിവരണങ്ങളാവാം, അങ്ങനെ എന്തോ ആവാം. ചിലപ്പോൾ നല്ല ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ഇടയ്ക്ക് കയറി വന്നേക്കാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പുസ്തകം സജസ്റ്റ് ചെയ്യണമെങ്കിൽ അതും ആവാം. ഇത് നിങ്ങൾക്ക് ഇമെയിൽ വഴിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയോ എന്നെ അറിയിക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ വാക്കുകളുടെ കുലപതി എന്നൊക്കെ ഉള്ളൊരു വിശേഷണത്തിനൊക്കെ അർഹനായ ഒരാളുടെ ഒരു വളരെ ചെറിയ പുസ്തകമാണ്. കഥാകാരൻ, നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, നാടകകൃത്ത് തുടങ്ങി സർഗപ്രക്രിയയുടെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരാളാണ്. ജ്ഞാനപീഠം, പത്മഭൂഷൺ മുതലായ പുരസ്കാരങ്ങൾക്കൊക്കെ അർഹനായ ഒരു അതുല്യ പ്രതിഭയാണ് നമ്മുടെ സ്വന്തം MT വാസുദേവൻ നായരുടെ ഒരു പുസ്തകം. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും ഈ പുസ്തകം ഏതാണെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. അതെ, അത് തന്നെ, MT സാറിൻ്റെ മഞ്ഞ്. കാലാതിവർത്തിയാവുക എന്ന് പറയുന്നത് പുസ്തകങ്ങളെ സംബന്ധിച്ച് വല്ലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും വർഷങ്ങൾ കഴിഞ്ഞ് വായിച്ചു നോക്കുമ്പോൾ കാലഹരണപ്പെട്ടു പോയി എന്ന് വായിക്കുന്ന ആൾക്ക് തോന്നുന്നവയാണ് നല്ലൊരു ശതമാനം പുസ്തകങ്ങൾ. മഞ്ഞിൻ്റെ ആദ്യ എഡിഷൻ പ്രസിദ്ധീകരിച്ചത് 1964 ഇപ്പോൾ ആദ്യ പ്രതി പുറത്തിറങ്ങി ഒരു 58 വർഷങ്ങൾക്ക് ശേഷവും ഈ പുസ്തകം നമ്മളെ മടുപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത് പലപ്പോഴും വായനക്കാരനെ നന്നായി രസിപ്പിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് തവണ ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഈ പുസ്തകം ഞാൻ വായിച്ചത് ഒരു ട്രെയിൻ യാത്രയിലാണ്. ഒറ്റ ഇരിപ്പിൽ വായിച്ചു തീർന്ന പുസ്തകമാണ്. ഇപ്പോൾ ആവർത്തിച്ചുള്ള വായനയിലും എൻ്റെ ഉള്ളിൽ ഒരു അനുഭൂതി നിറയ്ക്കാൻ ഇന്നും മഞ്ഞിന് കഴിയുന്നുണ്ട്. അക്ഷരങ്ങൾ കൊണ്ട് MT സാർ കാണിക്കുന്ന ഒരു മാജിക് എനിക്ക് ശരിക്കും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. മഞ്ഞ് ഒരു നോവലിനെയാണ്. ഒരു കഥയേക്കാൾ വലുതും എന്നാൽ ഒരു നോവലിനോളം പരന്നതുമല്ല ഒരു നോവല. എന്നാലും പലപ്പോഴും മഞ്ഞിനെ ഒരു നോവലായിട്ടാണ് കരുതി പോന്നിരിക്കുന്നത്. അതിസൂക്ഷ്മമായിട്ടാണ് MT സാർ മഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇത്രയും കാവ്യഭംഗിയുള്ളൊരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പല ലെയേഴ്സുള്ളൊരു കഥ വളരെ ചുരുക്കം ചില കഥാപാത്രങ്ങളിലൂടെ അതിമനോഹരമായിട്ട് നമ്മുടെ ഉള്ളു തൊടും വിധം MT അവതരിപ്പിച്ചിട്ടുണ്ട്. മഞ്ഞ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം അല്ലേ? നേരിയൊരു മൂടലുണ്ടാവും, കാഴ്ചകൾ അവ്യക്തമായിരിക്കും. ഈ പുസ്തകവും ഏറെക്കുറെ അതുപോലെയാണ്. അവ്യക്തമായ കാഴ്ചകളിലൂടെ നല്ല വ്യക്തമായ ഒരു കഥ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇത് വായനക്കാരൻ്റെ മനസ്സിനെ തണുപ്പിക്കുന്ന ഒരു മഞ്ഞല്ല, മറിച്ച് ഇതിലെ കഥാപാത്രങ്ങളുടെ മനസ്സിനെ മൂടിയിരിക്കുന്ന ഒരു വിഷാദത്തിൻ്റെയും പ്രതീക്ഷയുടെയൊക്കെ മഞ്ഞാണ്. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ലീനിയറായി പറയാവുന്ന ഒരു കഥ മഞ്ഞിനില്ലെന്ന് തോന്നാം. ഓർമ്മകളായിട്ടും പ്രതീക്ഷകളായിട്ടും ആത്മകഥകളായിട്ടും ഒക്കെ അതിങ്ങനെ വിരിച്ചിട്ടിരിക്കുകയാണ്. മഞ്ഞുരുകുന്നത് പോലെ അത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഉരുകിയിറങ്ങും. കഥയിൽ പല സ്ഥലത്തും നമുക്കൊരു മൗനമോ നിശബ്ദതയൊക്കെ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ പലപ്പോഴും സംഗീതവും. മഞ്ഞ് കാത്തിരിപ്പുകളുടെ ഒരു കഥയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഓരോ കഥാസന്ദർഭവും ഓരോ കഥാപാത്രവും എന്തെല്ലാമോ എന്തിനെയെല്ലാമോ ആരെയെല്ലാമോ ഒക്കെ കാത്തിരിക്കുന്നു. ഓരോ കാത്തിരിപ്പിനും ഒരു ന്യായമുണ്ട്. ഈ പുസ്തകത്തിലെ പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് വിമല എന്നൊരു സ്ത്രീയാണ്. നൈനിറ്റാളിലെ ഒരു സ്കൂളിലെ റെസിഡൻറ്റ് വാർഡനായി ജോലി ചെയ്യുന്ന നല്ല ഉൾക്കാഴ്ചയുള്ള പരന്ന വായനയുള്ള
നല്ല വ്യക്തിത്വമുള്ള സുന്ദരിയായ ഒരു കഥാപാത്രം. വിമലയുടെ മനസ്സിലൂടെയും ചിന്തകളിലൂടെയും പരിസരങ്ങളിലൂടെയാണ് മഞ്ഞിൻ്റെ കഥ പറഞ്ഞു പോകുന്നത്. ഒരു ബസ് യാത്രയിൽ പരിചയപ്പെട്ട സഞ്ചാരിയും സഹൃദയനുമായ സുധീർ കുമാർ മിശ്രയും വിമലയും തമ്മിൽ പ്രണയത്തിലാവുന്നു. നൈനിറ്റാൾ ലവേഴ്സ് ട്രാക്കിലെ ക്യാപിറ്റോളിൽ വെച്ച് അവർ ആത്മാവും ശരീരവും പങ്കുവയ്ക്കുന്നു. എന്നാൽ ഒരു നാൾ ഒന്നും മിണ്ടാതെ എവിടേക്കോ മാഞ്ഞു പോകുന്ന സുധീർ കുമാർ മിശ്രയ്ക്കായുള്ള വിമലയുടെ കാത്തിരിപ്പിൻ്റെ കഥയാണ് മഞ്ഞ്. അയാളോടൊത്തുള്ള സിഗരറ്റ് മണമുള്ള നിമിഷങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന, അയാൾ സമ്മാനിച്ച സ്വെറ്റർ കരുതലോടെ സൂക്ഷിക്കുന്ന വിമലയുടെ കാത്തിരിപ്പ്. ഒരിക്കൽ പോലും അയാളെ തേടിപ്പോകാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. നൈനിറ്റാൾ തടാകത്തിലെ ജലം പോലെ തന്നെ കെട്ടിക്കിടക്കുന്ന ഒന്നാണ് വിമലയുടെ മനസ്സെന്ന് നമുക്ക് കാണാം. സുധീർ കുമാർ എന്ന കഥാപാത്രത്തെ MT നെയ്തിരിക്കുന്നത് വിമലയുടെ ഏകാന്തതയിലൂടെയാണ്, പലപ്പോഴും വിമലയുടെ ഓർമ്മകളിലൂടെയും മറ്റും. ഇതിനിടയിൽ വിമലയുടെ ശിഥിലമായ കുടുംബ പശ്ചാത്തലം MT വളരെ മനോഹരമായിട്ട് വരച്ചു കാണിക്കുന്നുണ്ട്. ഇതൊന്നും പക്ഷേ വിമലയെ തളർത്തുന്നില്ല. വരും, വരാതിരിക്കില്ല എന്ന ശുഭപ്രതീക്ഷയിൽ 9 വർഷമായിട്ട് വിമല കാത്തിരിക്കുകയാണ്, പ്രണയത്തിൻ്റെ സുഖമുള്ള ഓർമ്മകളുമായിട്ട്. വിമലയെപ്പോലെ തന്നെ കാത്തിരിക്കുന്ന ഒരാൾ കൂടിയുണ്ട് മഞ്ഞിൽ. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തൻ്റെ പിതാവിനെ കാത്തിരിക്കുന്ന ബുദ്ധു എന്നൊരു തോണിക്കാരൻ. അടുത്ത സീസണിൽ എന്നിങ്ങനെ നീളുകയാണ് ബുദ്ധുവിൻ്റെ കാത്തിരിപ്പ്, അവൻ്റെ ഗോരാസാബിന് വേണ്ടിയിട്ട്. അതുപോലെ സീസണിൽ നൈനിറ്റാളിലെത്തിയ അർബുദബാധിതനായ ഒരു സർദാർജി വിമലയോടൊത്തൊരു സായാഹ്നം കടം വാങ്ങാൻ ആശിക്കുന്ന ഒരാളാണ്. ഇവിടെയൊക്കെ MTയുടെ കഥാപാത്ര സൃഷ്ടി അപാരമാണ്. അയാളൊരിക്കൽ വിമലയോട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, കാരണമൊന്നുമില്ല, വഴിയിൽ തടഞ്ഞു നിർത്തില്ല, പ്രേമലേഖനം എഴുതില്ല, ഒന്നും ചെയ്യില്ല, ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന്. ഒരുപക്ഷെ അങ്ങനെ ഒരു കഥാപാത്രത്തെ കൊണ്ട് പറയിക്കാൻ MTക്ക് മാത്രമേ കഴിയൂ. എന്തിന്, സഞ്ചാരികളെ കാത്തു കിടക്കുന്ന ഒരു താഴ്വര പോലും മഞ്ഞിലൊരു കഥാപാത്രമാവുന്നുണ്ടെന്ന് തോന്നും. വിമലയുടെയും സുധീർ കുമാർ മിശ്രയുടെയും വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള നിമിഷങ്ങളൊക്കെ എന്ത് കൈയടക്കത്തോടെയാണ് MT അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പല അവസരത്തിലുള്ള ചില ഭാഷാപ്രയോഗങ്ങളൊക്കെ ഉണ്ട്. കഥകൾ ആത്മാവിൽ നിന്ന് ഒഴുകുമ്പോൾ കവിതയാണ്. മറ്റൊരു സമയത്ത് MT ഇങ്ങനെ എഴുതുന്നുണ്ട്, നാളെയുടെയും ഇന്നലെയുടെയും മധ്യത്തിൽ ഒഴിവുകാലം കടന്നു പോകുന്നു എന്ന്. അതുപോലെ എൻ്റെയും എൻ്റെ പിൻപെയുള്ളവരുടെയും മരണം ഞാൻ മരിക്കുകയാണ്, എൻ്റെയും എൻ്റെ പിൻപെയുള്ളവരുടെയും ജീവിതം ഞാൻ ജീവിക്കുകയാണ്. അങ്ങനെ ഒരുപാട്. നിങ്ങൾ മഞ്ഞ് വായിച്ചിട്ടില്ലെങ്കിൽ കൂടുതൽ കഥ പറഞ്ഞ് നിങ്ങളുടെ ഒരു നല്ല വായനാനുഭവം നശിപ്പിക്കാൻ എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല. എന്തായാലും മഞ്ഞ് മൂടിയ കുമയോൺ കുന്നിറങ്ങി വരുന്ന നീലക്കണ്ണുകളെ തേടി കാത്തിരിക്കുന്ന വിമലയുടെ കഥ നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല, ഉറപ്പ്. വളരെ നല്ല വായനാനുഭവം തരുന്ന ഒരു മികച്ച പുസ്തകമാണ് മഞ്ഞ്. അവസാന പേജ് മറിച്ചു കഴിയുമ്പോൾ തീർച്ചയായും പ്രണയത്തിൻ്റെ, വിരഹത്തിൻ്റെ, കാത്തിരിപ്പിൻ്റെ, പ്രതീക്ഷയുടെ ഒക്കെ സമ്മിശ്രമായൊരു മഞ്ഞ് നമ്മൾ തഴുകി കടന്നുപോകും. നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. കഥകൾ ആത്മാവിൽ നിന്നൊഴുകുമ്പോൾ കവിതയാണ്. മഞ്ഞ് അത്തരത്തിലൊരു കവിതയാണ്. ഒരു വേള നമ്മൾ ആഗ്രഹിച്ചു പോകും, നീലക്കണ്ണുള്ള വയലറ്റ് അക്ഷരങ്ങളുടെ ഉടമയായ സുധീർ കുമാർ മിശ്ര വിമലയെ തേടി കുമയോൺ കുന്നിറങ്ങി വന്നിരുന്നെങ്കിൽ എന്ന്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കാൻ മടിക്കില്ലല്ലോ. വീക്ക്ലി മ്യൂസിങ്സിൻ്റെ പുതിയ എപ്പിസോഡുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നിങ്ങൾ എവിടെയാണോ എന്നെ കേൾക്കുന്നത് അവിടെ എന്നെ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കേട്ടുമുട്ടാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി.